എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനീഷ് വാര്യർ, വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടന്റ്. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇത് നമുക്ക് ഓരോ നക്ഷത്ര ജാതകർക്കും അവർക്ക് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കാർത്തിക മുക്കാൽ പാദവും രോഹിണി മകീരത്തിലരയും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവ രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പൊതുവെ അവർക്ക് ഈ വർഷം അത്ര നല്ലതല്ല. പലതരത്തിലുള്ള മനക്ലേശങ്ങളും സമാധാനമില്ലായ്മയും ധനനഷ്ടവും അതേപോലെ തന്നെ കുറച്ച് നിയമപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും മറ്റുള്ള ആൾക്കാരുമായിട്ട് അത് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടും പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തർക്കങ്ങൾ വരിക, അതുമൂലം ഒരു മനസ്സിന് ശരീരത്തിനും അസുഖങ്ങൾ വന്നുവിടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വർഷമായിട്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ വർഷത്തെ തരണം ചെയ്യാനായിട്ട്. അതിൽ നമ്മൾ ഇടപെടുന്ന ഓരോ കാര്യങ്ങളായാലും മറ്റ് ഇതുകളായാലും വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. കാർത്തികയുടെ മുക്കാൽ പാദം വരുന്ന ഇടവക്കൂറിലാണ്. ഈ ഇടവക്കൂറിലുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം കുറച്ചു സങ്കടകരമായ കാലമായിട്ടാണ് നമ്മൾ പറയുന്നത്. അവർക്ക് പലതരത്തിലുള്ള കലഹങ്ങളും വീടിനകത്തായാലും പുറത്തായാലും ആൾക്കാരുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അവയെ വേണ്ട വിധത്തിൽ മുന്നോട്ട് തരണം ചെയ്തു പോകാൻ സാധിക്കാതെ വരികയും ഒരു സർച്ചേർച്ച ഇല്ലാതെ വരികയും ചെയ്യുന്നത് മൂലം പലതരത്തിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം മുന്നോട്ട് തങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ താൻ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്തു പോകാനായിട്ട്. അതുപോലെ തന്നെ കുടുംബത്തിനകത്തായാലും പുറത്തായാലും സംസാരം വളരെയധികം സൂക്ഷിച്ചു വേണം അവർ ഉപയോഗിക്കാനായിട്ട്. ഇടവക്കൂറിലുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്കും ഈ വർഷം പൊതുവെ രസകരമല്ല. പലതരത്തിലുള്ള ക്ലേശങ്ങളും മാനസിക ദുഃഖങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടനീളം ഈ വർഷം പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാനും. അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ വാക്കുകൾ പറയാനും. അല്ലെങ്കിൽ അവരെ നമ്മൾ പ്രകോപിപ്പിക്കാൻ ഇടയുണ്ട്. അതുമൂലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നിയമ പ്രശ്നങ്ങളായിക്കോട്ടെ, സാമ്പത്തിക നഷ്ടങ്ങളായിക്കോട്ടെ ഇടപെടാനൊരു സാധ്യത നമുക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭർത്താക്കന്മാരുമായിട്ട് രോഹിണി നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ വർഷത്തെ നോക്കിക്കാണാനായിട്ട്. അതായത് അവർ ഇടപെടുമ്പോഴുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ കുടുംബത്തിനകത്ത് പലതരത്തിലുള്ള ക്ലേശങ്ങളും കലഹങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട്. മകീരത്തിന്റെ ആദ്യ അരപാദം വരുന്നത് ഇടവക്കൂറിലാണ്. ഈ നക്ഷത്രക്കാർക്കും ഈ വർഷം പൊതുവെ സുഖകരമല്ല. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുക്കളുമായിട്ടും ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹത്തെയാണ്. അവരുടെ ഓരോ കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ശ്രദ്ധക്കുറവ് മൂലം എടുത്തുചാട്ടം മൂലവും പലതരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. വർഷത്തിന്റെ തുടക്കത്തിലാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അവസാന കാലം നമ്മൾ കുറച്ച് സമചിത്തത കിട്ടുമെങ്കിലും തുടക്കത്തിൽ ഉണ്ടാകുന്ന പല കർമ്മത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് വർഷപകുതിക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് അവർ വളരെയധികം തുടക്കത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളെ കാണാനും നേരിടാനും. അതേപോലെ തന്നെ കുടുംബത്തിനകത്തായാലും അത് പുറത്തായാലും വളരെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ ജോലി സ്ഥലത്ത് മകീര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കോപം വരാനൊരു സാധ്യത ഉണ്ട്. അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ജോലി സ്ഥലത്ത് തങ്ങളുടെ മേലുദ്യോഗസ്ഥനോടായാലും താഴെയുള്ള ആൾക്കാരുടെ ആയാലും ഇടപെടാനും ആ കാര്യങ്ങൾ വളരെ നോക്കിക്കണ്ട് വേണം ചെയ്യാനായിട്ട്. തങ്ങൾക്കുണ്ടാകാവുന്ന സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും അതിജീവിക്കാനായിട്ടും അതിങ്ങനെ സമർത്ഥമായി നേരിടാനായിട്ടും ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതേപോലെ തന്നെ ഗണപതി പൂജ നടത്തുന്നതും ഗണപതി ക്ഷേത്രത്തിൽ പോയി നമ്മൾ തടസ്സങ്ങൾ മാറ്റാനായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്.
രുചികരമായി നറുമണമായി കൊതിതരും RKG അനുദിനം നന്മയായി RKG RKG നെയ്യ്